പ്രൈസ് ലോർഡ്. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. നമുക്കൊരുമിച്ച് സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്നതും നമ്മുടെ ജീവന്റെ ആധാരവുമായിരിക്കുന്ന ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ധ്യാനിക്കുവാൻ മഹാദൈവം നൽകുന്ന ഈ വിലപ്പെട്ട അവസരങ്ങൾക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് നാം ഒരുമിച്ച് ചിന്തിക്കുന്ന ദൈവദിന ഭാഗം സാം 119 വേഴ്സ് 25 119 സങ്കീർത്തനം അതിൻ്റെ 25 വാക്യമാണ്. ആ വാക്യം ഇങ്ങനെയാണ്: എൻ്റെ പ്രാണൻ പൊടിയോട് പറ്റിയിരിക്കുന്നു, തിരുവചനപ്രകാരം എന്നെ ജീവിപ്പിക്കണമേ. ദൈവത്തിന് സ്തോത്രം. ഒരു അരിഷ്ടന്റെ ഹൃദയംഗമായ അല്ലെങ്കിൽ ഹൃദയത്തിൽ നിന്നുള്ള ഹൃദയം നിറഞ്ഞ ഒരു പ്രാർത്ഥനയാണിത്. പൊടിയോട് പറ്റിയിരിക്കുന്ന പ്രാണൻ എന്ന് പറയുമ്പോൾ ജീവിതത്തിൻ്റെ വളരെ ദയനീയമായ, വളരെ ശോചനീയമായ അവസ്ഥയാണ് ഭക്തൻ വിളിച്ചു പറയുന്നത്. ഇംഗ്ലീഷിൽ ആ വാക്യം: മൈ സോൾ ക്ലീവ്സ് ടു ദ ഡസ്റ്റ്, റിവൈവ് മീ അക്കോർഡിംഗ് ടു യുവർ വേർഡ്. എൻ്റെ മനസ്സ്, എൻ്റെ പ്രാണൻ പൊടിയോട് പറ്റിയിരിക്കുന്ന, പൊടി കിടക്കുന്ന അനുഭവമാണ്. എന്നാൽ എന്നെ ഒന്ന് ഉയർത്തണം. ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്ന ദൈവമേ, എന്നെ ഉദ്ധരിക്കണം. റിവൈവ് മീ എന്ന് വെച്ചാൽ എന്നെ ഒന്ന് ചൈതന്യപ്പെടുത്തണം. നമുക്കറിയാം, വെൻ വി ഫീൽ ഡൗൺ ആൻഡ് ലൈഫ്ലെസ്, ജീവിതത്തിൽ വളരെ ദയനീയമായ, ശോചനീയമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഗോഡ്സ് വേർഡ് ബ്രിങ്സ് ന്യൂ ലൈഫ് ആൻഡ് സ്ട്രെങ്ത്. ദൈവത്തിൻ്റെ വചനമാണ് നമുക്ക് പുതുജീവിതവും ശക്തിയും ചൈതന്യവും നൽകുന്നത്. അതുകൊണ്ട് തന്നെയാണ് വചനപ്രകാരം, അക്കോർഡിംഗ് ടു ദൈ വേർഡ്, വചനപ്രകാരം, വചനത്തിലൂടെ, വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്കൊരു ഉദ്ധാരണം ആവശ്യമാണ്, എനിക്കൊരു വിടുതൽ ആവശ്യമാണ്, എനിക്കൊരു ചൈതന്യം ആവശ്യമാണ്. പ്രിയമുള്ളവരെ, ഈ വാക്യം നാം പഠിക്കുമ്പോൾ ഒന്നാമതായിട്ട് തൻ്റെ ജീവിതത്തിൻ്റെ ശോചനീയവും ദയനീയവുമായ അവസ്ഥ, താൻ മാനസികമായി തകർന്നിരിക്കുന്ന അവസ്ഥ, തൻ്റെ പ്രാണൻ പൊടിയോട് പറ്റിയിരിക്കുന്ന അനുഭവം, താനത് ഗ്രഹിക്കുകയാണ്. തൻ്റെ ജീവിതത്തിൻ്റെ ദയനീയ സ്ഥിതി ഗ്രഹിച്ചിട്ട് ഒരു വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നമുക്കറിയാം, വാഗ്ദത്തം പ്രാപിച്ച അബ്രഹാം തൻ്റെ ശരീരത്തിൻ്റെ നിർജീവാവസ്ഥ മനസ്സിലാക്കിയിട്ടും, തൻ്റെ ഭാര്യയുടെ ഗർഭപാത്രത്തിൻ്റെ നിർജീവമായ അനുഭവത്തെ ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിക്കാതെ ദൈവത്തോട് പ്രാർത്ഥിക്കുവാനിടയായി. ജീവിതത്തിൻ്റെ ഏത് നിർജീവമായ, ശൂന്യമായ അനുഭവത്തെയും ചൈതന്യപ്പെടുത്തി നഷ്ടപ്പെട്ട ബലം തിരികെ നൽകി നടത്താൻ നമ്മുടെ ദൈവം ശക്തനാണ്. പൊന്നോമന മകനായ യോസഫിന്റെ വിയോഗ വാർത്ത അറിഞ്ഞ യാക്കോബ് തൻ്റെ എല്ലാ വൈറ്റിലിറ്റി, തൻ്റെ ഊർജ്ജസ്വലതയും നഷ്ടപ്പെട്ട് വളരെ ശോചനീയമായ അവസ്ഥയിൽ തൻ്റെ നരയെ ദുഃഖത്തോടെ പാതാളത്തിൽ ഇറക്കണമെന്ന് കരുതി നാളുകൾ എണ്ണി ജീവിച്ചിരിക്കുമ്പോഴാണ് ഒരു ദിവസം യോസഫ് മിസ്രയീമിൽ നിന്ന് തന്നെ കൊണ്ടുപോകാനായിട്ട് അയച്ച രഥങ്ങൾ യാക്കോബിന്റെ വീടിന്റെ മുറ്റത്ത് വന്ന് നിന്നത് കണ്ടപ്പോൾ അവരുടെ അപ്പനായ യാക്കോബിന് ചൈതന്യം വന്നു എന്ന് നാം വചനത്തിൽ വായിക്കുന്നു. ഉദ്ധാരണത്തിന് വേണ്ടി, വിടുതലിനു വേണ്ടിയുള്ള ദൈവപ്രവൃത്തിയുടെ ലക്ഷണങ്ങൾ നമ്മെ ചൈതന്യപ്പെടുത്തും.
ഒരു കഴുതയുടെ പച്ച താടിയൽ കൊണ്ട് കുന്നൊന്ന് കുന്ന് രണ്ട് എന്ന് പറഞ്ഞ് ഫെലിസ്ത്യരെ 1000 ഫെലിസ്ത്യരെ സംഹരിച്ച ശിംശോൻ ആ മഹാദൗത്യത്തിന് ശേഷം ദാഹം കൊണ്ട് വലഞ്ഞ് ഞാൻ ഇപ്പോൾ ഇവിടെ ഈ അഗ്രചർമ്മികളുടെ മുമ്പിൽ മരിച്ചു വീഴണമോ ദൈവമേ, അടിയന്റെ കയ്യാൽ നീയാണല്ലോ ഈ മഹാജയം നൽകിയത് എന്ന് പറഞ്ഞ് ദാഹിച്ചിട്ട് നിലവിളിച്ചപ്പോൾ ശിംശോൻ നിന്ന ലേഹി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഫൗണ്ടൈൻ അല്ലെങ്കിൽ ഒരു കുഴി പിളിരുമാറാക്കി അവിടെ നിന്ന് വെള്ളം പൊങ്ങി. അത് കുടിച്ച് ശിംശോൻ വീണ്ടും ചൈതന്യം പ്രാപിച്ചതായി തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നു. ദൈവപ്രവർത്തികൾ നമ്മെ ചൈതന്യപ്പെടുത്തും. ഹീബ്രൂസ് ചാപ്റ്റർ 4:12, എബ്രായ ലേഖനം 4:12. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായ്ത്തരയുള്ള ഏതൊരു വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സദ്യമജ്ജകളെയും വേർവിടുവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാണ്. ദൈവത്തിന്റെ വചനം ജീവനുള്ളതാണ്, അത് ചൈതന്യമുള്ളതാണ്. അതുകൊണ്ടാണ് ദാവീദ് പ്രാർത്ഥിക്കുന്നത്, ചൈതന്യം വരുത്താൻ കഴിയുന്നത് വചനത്തിനാണ്. ആ വചനപ്രകാരം എനിക്കൊരു ചൈതന്യം ആവശ്യമാണ്. അതെന്റെ അവസ്ഥ, എന്റെ സിറ്റുവേഷൻ കണ്ടിട്ട് മാത്രമല്ല, അക്കോർഡിംഗ് ടു ദൈ വേർഡ്, നിന്റെ വചനപ്രകാരം വ്യവസ്ഥയിലൂടെ എനിക്ക് ഒരു ഉദ്ധാരണം, ഒരു വിടുതൽ ആവശ്യമാണ്. അതിനുവേണ്ടിയുള്ള അതിയായ ആഗ്രഹം, ആ ആഗ്രഹത്തിൽ നിന്ന്, ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. സാംസ് 12:5, 12-ാം സങ്കീർത്തനം 5-ാം വാക്യം, എളിയവരുടെ പീഡയും ദരിദ്രന്മാരെ ദീർഘശ്വാസവും നിമിത്തം ഇപ്പോൾ ഞാൻ എഴുന്നേൽക്കും. രക്ഷയ്ക്കായി കാക്ഷിക്കുന്നവനെ, രക്ഷപ്പെടാൻ ആഗ്രഹമുള്ളവനെ ഞാൻ അതിലാക്കും. അപ്പോൾ ഒരു വിടുതലിന് വേണ്ടി, ഒരു ഉദ്ധാരണത്തിന് വേണ്ടി, ഒരു ചൈതന്യത്തിന് വേണ്ടി, ഒരു ഉയർത്തെഴുന്നേൽപ്പിന് വേണ്ടി നമുക്കൊരാഗ്രഹമുണ്ടാകണം. ആ ആഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിൽ നാം പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ ദൈവം തന്റെ പ്രവൃത്തി വെളിപ്പെടുത്തും. വിശുദ്ധ വേദപുസ്തകത്തിൽ ഏകദേശം 3000 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഭക്തൻ പ്രാർത്ഥിച്ച പ്രാർത്ഥന രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ പ്രാർത്ഥനാ മനുഷ്യന്റെ പേര് യബ്ബേസ് എന്നാണ്. ഫസ്റ്റ് ക്രോണിക്കൽസ് ചാപ്റ്റർ 4:10, ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം 4-ാം അധ്യായം 10-ാം വാക്യത്തിൽ യബ്ബേസ് ഇസ്രായേലിന്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ, നിശ്ചയമായി നീ എന്നെ അനുഗ്രഹിക്കണം, എന്റെ അതിർ വിശാലമാക്കണം, എൻലാർജ് മൈ ടെറിട്ടറി. ഒരു വിശാലതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. എന്റെ ഇടുക്കം മാറണം, എനിക്കൊരു വിശാലത വേണം. നിന്റെ കൈ എന്റെ കൂടെ ഇരുന്ന് അനർത്ഥങ്ങളൊന്നും വ്യസനകാരണമാകാതെ എന്നെ കാക്കണം. വചനം പറയുന്നു, അവൻ അപേക്ഷിച്ചതിനെ അവന്റെ ദൈവം അവന് നൽകി. നിശ്ചയമായി അനുഗ്രഹിച്ചു. അതിര് വിശാലമായി, ദൈവകരം കൂടെയിരുന്നു. ഒട്ടനവധി അനർത്ഥങ്ങൾ കടന്നു വന്നു. വ്യസനപുത്രനായിരുന്നു. എന്നാൽ അതൊന്നും പിന്നീട്, വ്യസനപുത്രന്റെ ജീവിതത്തിൽ അനർത്ഥങ്ങളൊന്നും പിന്നീട് വ്യസനമായി തീരാൻ ദൈവം അനുവദിച്ചില്ല. ഞാൻ അവനെ വ്യസനത്തോടെ, വേദനയോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ യബ്ബേസ് എന്ന് പേരിട്ടത്. പക്ഷെ വ്യസനപുത്രൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ, എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതൊന്നും വ്യസന കാരണമാകാൻ ഇടയാകരുത്. അതേ, രേഖകളെ തിരുത്തി എഴുതുന്ന ദൈവം, പേരിന്റെ അർത്ഥം പോലും തിരുത്തി എഴുതുന്ന ദൈവം. സ്തോത്രം. ശീമോൻ ഞാങ്ങണയുടെ അനുഭവത്തിൽ കുനിഞ്ഞു നിൽക്കുന്ന, കുഴഞ്ഞു നിൽക്കുന്ന, ആടി നിൽക്കുന്ന ശീമോനെ പത്രോസ് അഥവാ പെട്ര പാറക്കഷണമാക്കി മാറ്റിയ കർത്താവാണ് നമ്മുടെ ദൈവം. ഏത് മനുഷ്യനെ ഉദ്ധരിപ്പാൻ, ഉയർത്തുവാൻ, മാനസികമായ ബലം നൽകുവാൻ, ശക്തി നൽകുവാൻ ദൈവം ശക്തനാണ്. 66-ാം സങ്കീർത്തനത്തിൽ ഭക്തൻ പറയുന്നു, എന്റെ പ്രാർത്ഥന തള്ളിക്കളയാതെയും തന്റെ ദയ എന്നിൽ നിന്ന് എടുത്തു കളയാതെയും ഇരിക്കുന്ന ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ.
എന്നാൽ അതിൻ്റെ തൊട്ട് മുകളിലുള്ള വാക്യങ്ങൾ Psalm 66, 18 onwards, 18 മുതലുള്ള വാക്യങ്ങൾ നാം പഠിച്ചാൽ അവിടെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: എൻ്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നു എങ്കിൽ എൻ്റെ കർത്താവ് കേൾക്കുകയില്ലായിരുന്നു. അതാണ് കണ്ടീഷൻ. പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. മറച്ചുവെച്ച ഒളിച്ചുവെച്ച അകൃത്യങ്ങളിലൂടെ രക്ഷയുണ്ടാകുകയില്ല. തൻ്റെ ലംഘനങ്ങളെ മറച്ചു വയ്ക്കുന്നവന് ശുഭം വരികയില്ല. അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് ദൈവത്തിന്റെ കരുണ ലഭിക്കും. അതുകൊണ്ട് ഈ വചനം കേൾക്കുന്ന ദൈവവേദലയെ നിന്റെ ജീവിതത്തിന്റെ ഏത് സ്ഥിതികൾക്കും വ്യത്യാസം വരുത്തി, നവ ചൈതന്യം വരുത്തി, വേദനിക്കുന്ന, ഭാരപ്പെടുന്ന, നിരാശപ്പെട്ടിരിക്കുന്ന, ഒരാശയ്ക്കും വകയില്ലാതിരിക്കുന്ന വിഷയങ്ങളിൽ യോസഫ് അയച്ച രഥങ്ങൾ കണ്ടപ്പോൾ യാക്കോബിന് ചൈതന്യം വന്നതുപോലെ ചില അടയാളങ്ങളോടുകൂടെ നിന്നെ ചൈതന്യപ്പെടുത്തി നിന്ന സ്ഥലത്ത് ഒരു കുഴി പിളരുമാറാക്കി ശിംശോന്റെ ദാഹം ശമിപ്പിച്ചതുപോലെ നീ ആയിരിക്കുന്ന ദേശത്ത് നിനക്ക് വേണ്ടി ചില ഉറവകളെ തുറന്ന് നിന്നെ ചൈതന്യപ്പെടുത്തുവാൻ, ശത്രുവിന്റെ ഇഷ്ടത്തിന് ഏൽപ്പിച്ചു കൊടുക്കാതെ നിന്നെക്കുറിച്ചുള്ള ദൈവീക പദ്ധതികളെ നിറവേറ്റി നടത്തുവാൻ ദൈവം ശക്തനാണ്. ആകയാൽ അകമഴിഞ്ഞൊരാഗ്രഹവും ആത്മാർത്ഥമായൊരു പ്രാർത്ഥനയും നമുക്കുണ്ടെങ്കിൽ തിരുവചനപ്രകാരം ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടും. ആ ദൈവപ്രവൃത്തിയിലൂടെ ദൈവം നിങ്ങളെ നടത്തട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ഓൾ.